എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നാനിയുടെ മുട്ടക്കറിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നാനിയുടെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഉരുളക്കിഴങ്ങ് കറി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പത്തിനുമൊക്കെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് വിസിൽ വെച്ചാൽ നമ്മുടെ കറി റെഡിയാവും. അത്രയും എളുപ്പത്തിൽ അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് വേണം. ചെറിയൊരു ക്യാരറ്റ് വേണം. എൻ്റെത് തീരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ഗ്രീൻ പീസ് വേണം. പക്ഷേ ഗ്രീൻ പീസ് ഉണ്ടെങ്കിലാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കറിക്ക് കിട്ടുന്നത്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഒരു വലിയ സവോളയും 3-4 പച്ചമുളകും കറിവേപ്പിലയും വേണം. നല്ല എരിയുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 6 എണ്ണമൊക്കെ എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 3 ഗ്രാമ്പൂവും 1 ഏലക്കായും 1 കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നിട വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയിൽ അത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ കറി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആകെ ഒരു പച്ചക്കറി ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 വിസിൽ വരെ ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ കുറച്ചുകൂടെ വലുപ്പത്തിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിടാം. നമ്മളിവിടെ 1 വിസിലിനാണിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം പോകാനായിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ നിന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ കുറുകിയ രീതിയിൽ തേങ്ങാപ്പാൽപ്പൊടി കലക്കിയത് ചേർത്ത് കൊടുത്താലും മതി. ലോ ഫ്ലെയിമിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഇളക്കി വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പം പിരിയാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് താളിച്ച് ചേർക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. താളിച്ച് ചേർക്കാനായിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഗോൾഡൻ കളർ ആവുന്നവിടെ വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൊട്ടാറ്റോ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആകെ ഒരു അരിഞ്ഞെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇട്ട മുട്ടക്കുറും ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ട്രൈ ചെയ്യാത്തവർ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.